എന്ത് വിചാരിച്ചിരുന്നു അന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അതിന് സ്കിന്നൊക്കെ നല്ല രസമാണ് തൊടാനൊക്കെ വേണ്ടിട്ട്. പക്ഷെങ്കിലേ നമ്മള് ഇതുണ്ടോ എത്ര ആളുകൾ അതാണ് മെയിനായിട്ട്. വീണ്ടും 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 ഹായ് 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 ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ വീട്ടിലാണ്, പക്ഷേങ്കിൽ വേറൊരു പരിപാടി ഉണ്ട് നമ്മൾക്ക്. ഇവിടെയൊക്കെ എല്ലാവരും തകൃതിയായിട്ടുള്ള ഒരുങ്ങലിലാണ്. ആരൊക്കെ ഷൂ ഒക്കെ ഇടുന്നുണ്ട് പോലെ. ആരും എവിടെയൊക്കെ പോണേ? പെരിന്തൽമണ്ണ. അപ്പോൾ ഞാൻ ഇവർ കുറേ ആയി നമുക്കൊന്ന് പുറത്തേക്ക് പോകല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ എന്നും. ഈ ഒരു ഞാനൊരു ക്യാമ്പിങ്ങും അതുപോലെ തന്നെ ഇവർ സ്കൂളും അമ്മ തൊഴിലുറപ്പും അവളിങ്ങനെ വീട്ടിലും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം പെരിന്തൽമണ്ണ വരെ ഒന്ന് പോവുകയാണ്. അവിടെ ഒരു സംഭവം നമ്മൾ കാണാറുണ്ട്. ആരൊക്കെ പാമ്പിനെ പേടിയുണ്ടോ? അറിയാ ശരിക്കത്തെ പാമ്പിനെ അമ്മക്ക് പേടിയുണ്ടോ? ഇല്ലേ? കൂട്ടിലും ആവും, അത് മണയെ കജ്ജിക്കും വരും. അല്ല എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞാൻ ആദ്യം എന്നാ പിന്നെ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇവിടെ നമുക്ക് ഏതാണ്ട് 10-35 കിലോമീറ്ററോളം പോകണം. പെരിന്തൽമണ്ണ എത്തണം. കാണാണ്ട് ഫാമിലി ആയിട്ട് പോകേണ്ട സ്ഥലമാണ്. പക്ഷികളൊക്കെ ഉണ്ടോ? പാമ്പൊക്കെ ഉണ്ട് അവിടെ. അന്റെ തോളത്തിനുണ്ടണം പറഞ്ഞപ്പോൾ എന്നോട് പറയാം, തോളത്തിട്ടിട്ട് എനിക്ക് കൃഷ്ണനാകാൻ. കൃഷ്ണനാ? അപ്പൊ നമ്മള് അത്തരത്തിലുള്ളൊരു പ്ലേസിലേക്കാണ് പോകുന്നത്. ഏതായാലും ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് അവിടേക്ക് നിന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് തന്നെ 30-31 കിലോമീറ്ററോളം ഇവിടെ നിന്ന് വരും. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഏതാണ്ട് 5 കിലോമീറ്ററൊക്കെ ഉണ്ട് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ പോകണം. അതായത് നമുക്ക് ഇറങ്ങി നോക്കാം. എല്ലാവരും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചങ്ങന്മാർ, അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണയിലേക്ക് വന്നിട്ടുള്ളത് ഇറാ പാർക്കിലേക്കാണ്. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ അവിടെ പാർക്കിങ്ങിൽ വണ്ടി സേഫായിട്ട് നിർത്തിയിട്ടുണ്ട് അവിടെ പാർക്കിങ്ങിൽ. അപ്പോൾ അവിടെ നിർത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസ് ആണ് ആക്കളെ നമ്മൾ കയറിയിട്ടുണ്ട്. പാർക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടേക്ക് നമ്മൾ സാധാരണ ഫാമിലി ആയിട്ട് വരുന്നത് പോലെ തന്നെ ഈ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാവാം ഇവർ ഇത്ര അധികം പാർക്കിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാറിന് ഒരു ഭാഗം, അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ. ഇപ്പോൾ അവിടെ ഒരു ബസ് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വന്നപ്പോൾ കോളേജ് കുട്ടികൾ വന്നതാണത്. അപ്പോൾ അങ്ങനെ ബസ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറിയല്ല, ഇതിനകത്തത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. പോവാ, പാമ്പിനെ പിടിച്ചണ്ടേ? ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കട്ടെ. അങ്ങനെ നോക്കിയിട്ട് നമ്മൾക്ക് നൈസായിട്ട് അകത്തേക്ക് കയറാം. അതായത് വീൽ ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഞാൻ ടിക്കറ്റ് കൗണ്ടറിലാണ്. പിന്നെ ഇവിടെ കോംബോ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കട്ടെ. ഓക്കെ. പിന്നെ ഇവിടുത്തെ പൊതുവേ വരുന്ന റേറ്റ് ഇങ്ങനെയാണ്. സ്പെഷ്യൽ റേറ്റ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരതിൽ അനൗൺസ് ചെയ്യുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതായത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല ഗാർഡന് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ആര്യ മുന്നിക്ക് നോക്കല്ല കേട്ടോ. മുന്നിക്ക് നോക്കല്ല. അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇവിടേക്ക് നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു എന്നുള്ളത് അല്ലേ. നമ്മൾ ഇത്ര അടുത്തായിട്ടേ ഈ ഒരു സ്ഥലം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അതാ പറയുന്നത്. ഇതൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നില്ലേ? രാത്രിയൊക്കെ ഉണ്ടാവും. രാത്രി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. അടിപൊളിയാണ്. ഇത് ചെറിയൊരു ഇതാണ് കിഡ്സ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് തോന്നുന്നു. കുട്ടികൾക്കൊക്കെ ധാരാളമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പ്ലേ ഏരിയ തന്നെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കിതിനകത്തേക്ക് കയറുമ്പോൾ വളരെയധികം പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്നത് പോലെ തോന്നുന്നത്. അപ്പോൾ പിള്ളേരെ കളിക്കുന്നവരൊക്കെ സ്കൂൾ യൂണിഫോമാണ്. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് വരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളവിടെയുള്ള സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരാം. ഇവർക്ക് നല്ലൊരു എൻ്റർടൈൻ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെയൊക്കെ എൻ്റെ സ്കൂളിലത്തെ കുട്ടികൾ കളിക്കണവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന വണ്ടിയാണ് നമ്മളാ കണ്ടിരുന്നത് കേട്ടോ. അടിപൊളിയാണല്ലേ, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇവർക്ക് നല്ലൊരു ഏരിയ തന്നെ ഇടണം മക്കളെ. ഇതിനുള്ളിലൊക്കെ നിന്നൊരു ഫോട്ടോ. ആരും ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നിന്നോ 2 ഫോട്ടോ എടുത്തരാം ഞാൻ. ആണോ? ആരൊക്കെയാണെങ്കിൽ ഇതിലൊക്കെ കളിക്കാനായിട്ടേ പക്ഷേ നമ്മൾ
ആദ്യം നമുക്ക് ഇതിൻ്റെ പെറ്റ്സ് പാർക്ക് ഉണ്ട്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത്, പെറ്റ്സ് പാർക്ക്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ഒരുപാട് സമയം പോകുന്ന രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ഇതൊക്കെ സ്കിപ്പ് ചെയ്യണം. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ട്. വാ ഓളെ കുട്ടികൾ കളിക്കണ്ടേ, നമുക്ക് ഇങ്ങനെ അതാണ് അവളുടെ നോട്ടം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാനൊക്കെ കണ്ടു തന്നെ മറക്കരുത്. മീൻ വളർത്തുന്ന കുളമാണ്, നല്ല കളർ മീൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റാട്ടോ. ഞാനീ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ പോകുന്നത് എന്താ പറയുക, പക്ഷികളുടെ കൂട്ടിലേക്കാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ആംബിയൻസ് ആണത് മക്കളെ. അങ്ങനെയിൽ പെറ്റ്സ് പാർക്കിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടത്തെ ഉള്ള സംഭവം വികാസങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഇതിനകത്തേക്ക് നമ്മൾ കയറണം. ഇതൊരു വലിയൊരു കൂട് പോലെയുള്ള സെറ്റപ്പാണല്ലോ. കൊള്ളാട്ടാ കൂട്, അടിപൊളി. കിളികളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് കിളികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ട്. പ്രാവൊക്കെ എന്താ അത് ഏതിനും പക്ഷിയാണെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ കാലിലോട്ട് നോക്കണം, ഇവന്മാർ ഇതുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ അവന്മാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൂടുണ്ടാക്കി വെച്ചിട്ടുള്ളേ എന്താ. ഇതിലെ താഴെ ഭാഗമൊക്കെ കണ്ട, ഇതിലൊക്കെ നന്നായിട്ടുണ്ട്. നമുക്കിതിലിങ്ങനെ ഇറങ്ങിയിട്ട് അതിൽ പോവാം. ഹായ് വാഹോ അടിപൊളി. ഇത് നമ്മൾ ഈ മൈസൂരൊക്കെ പോയിട്ട് സുവോളജിക്കൽ പാർക്കിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. തോന്നുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള സെറ്റപ്പ് ഇവിടെ പെരിന്തൽമണ്ണയാണ് ഉള്ളത് എന്നുള്ളത്. രാവിലെ ഊഞ്ഞാലമാടി കുത്തിരിക്കണുണ്ട്. വാവ്, ഞങ്ങൾ അതിനകത്തുനിന്ന് പോയിട്ട് വേറെ ഒന്നിനകത്ത് കയറിയാണ്. എന്റെ സൗണ്ട് ഇവിടെ കേൾക്കൂല ഞങ്ങൾക്ക്. കാണണ്ട നിങ്ങള് ഇങ്ങോട്ട് നോക്ക്, അച്ഛൻ്റെ അടുത്തേക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എവിടുക്ക പേരെന്താ ചോദിച്ചോക്ക്, പേരെന്താ ചോദിച്ചോക്കോ. തൊട്ടോക്ക്, വെല്ല തൊട്ടോക്ക, ഇങ്ങനെ തൊട്ടോക്ക്, അങ്ങനെ തൊട്ടോക്ക്. വെല്ല ആളോക്ക, അമ്മന്റെ കയ്യിൽ നോക്ക. ആഹാ കടിക്കോ? ഇല്ലല്ല. ഇതൊക്കെ ഗിഫ്റ്റാണ്, കുടിച്ചോ. അങ്ങനെ പിടിക്കേ. ആര്യൊക്കെ വേണോ? കുടിച്ചോ. തണ്ണിമത്തനോ? വേണ്ട ഞാനേ കൊള്ളാലേ, അടിപൊളി. നമുക്ക് വേണമെങ്കിൽ ഉമ്മ കൊടുക്കാം. ചുണ്ടോ അടിപൊളി, കൊള്ളാം. അയ്യോ ആയിക്കോട്ടെ. മേലിക്കൂടെ ഒക്കെ കയറുന്നുണ്ടോ അമ്മമാര്? കൊള്ളാട്ടോ, മൈക്കൊക്കെ അടിച്ചെടുക്കോ. ഇത് പൊളി, ഇത് മക്കളെ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ കയ്യുമ്മലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. തലയിലുണ്ടോ ഒരാള്? അതാണ് മെയിനായിട്ട്. വീണ്ടും 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 ഓനെ എൻ്റെ തല കണ്ടിട്ട് കൂട് കൂട്ടാനുള്ള പ്ലാൻ കൊണ്ട് ആവട്ടെ. കാലിലോട്ട് കൂടെ നമ്മൾ നോക്കണം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. കാരണം ഇവന്മാർ താഴത്ത് കൂടെ ഒക്കെ ഇറങ്ങി കിടക്കുന്നുണ്ട്. അവിടെ ഇരുന്നവിടെ കുറച്ചേരം അവിടെ ഇരുന്നോട്ടെ. അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുള്ള വലിയൊരു കൂടാണ്. ഇതിനകത്തുള്ളവന്മാരൊക്കെ മേലെ കൂടെയാണോ അല്ലേ? ഇതിനകത്തുള്ള, പിന്നെ അത് മാത്രമല്ല ഇവിടെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഹലോ, എന്തൊക്കെ വർത്താനം, സുഖാണോ? ഇത് കയ്യിലിട്ടോ? കയ്യിലെടുക്കാം. ഈ ക്യാമറ ഇതുണ്ടോ? എത്ര ആളുകൾ. അടിപൊളി. നമ്മളെ കയ്യിലൊക്കെ വന്നിരിക്കുമ്പോ വല്ലാത്തൊരു ഫീലാണോ? ഓടാ മോനെ, ശരീരം തൂക്കുമ്പോളേ ഓട്ടെ, വീട്ടിൽ തന്നെ പോട്ടടാ, വീട്ടിൽ തന്നെ പോയിക്കോളെ. ഇതിന്റെ കയ്യത്തെ കഴിഞ്ഞാണ്. അപ്പോ പിന്നെ ഇറങ്ങാനുള്ള പ്ലാനില്ല. എന്നാൽ പിന്നെ നമ്മളെ കൂടെ അങ്ങനെ നടന്നോട്ടെ. ഞങ്ങളപ്പോൾ ഇങ്ങനെ ഇതിലെങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നോട്ടെ. അല്ലാതെ എന്താ പറയാ, എന്ത് എന്നു പോര്, ഒപ്പം പോര്. ഇതൊക്കെ അടിപൊളി പോയിട്ടാ. പിന്നെ തന്നാ ഇവനെ കിട്ടുമോ? ഹായ്, ഇതിനകത്തേക്ക് നമ്മൾ കയറിഞ്ഞ അടുത്തതിൻ്റെ ഉള്ളിൽ കയറാം കേട്ടാ. ഇവിടെ ഇതിനകത്തേക്ക് വേറൊരു ഏരിയയിലേക്ക് പോകണത് വമ്പ സെറ്റപ്പാണ്, അടിപൊളി. ഇത് പ്രാക്കളുടെ ഒരു ഏരിയ കേട്ടാ. പ്രാക്കളാണല്ലേ ഫുള്ളായിട്ട് ഇതിനകത്ത്. അമ്മ കോഴികളുണ്ട്.
ഹായ്. ഇതൊക്കെ നമ്മൾ എവിടെ കണ്ടിരുന്നത്? നമ്മൾ ഈ സുവോളജിക്കൽ പാർക്കിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ കാണുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ വന്ന് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ എന്തോ വലിയൊരു നഷ്ടമായിട്ട് തോന്നും. ഇവിടെ വന്നപ്പോൾ അല്ല ഇല്ലേ? ആ ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ, അതായത് എല്ലാവർക്കും ഒരു ടൂറായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യാം. കാരണം നമുക്ക് ഈവനിങ് ആയിരിക്കാം കേട്ടോ നല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. കറുത്തണ്ണാനെ കണ്ടാണെങ്കിൽ അറിയാം നമ്മളവിടെ നിന്നല്ല, പാൽ കുടിക്കാൻ വേണ്ടി വന്നതാണ്. പാലുടിയിലാണ് കേട്ടോ. പോയോ പേരൊക്കെ നിങ്ങൾ തന്നെ പോയിട്ട് വായിച്ചുകൊണ്ട് പോയിട്ട് ആള് പോയി. അടിപൊളി. ഈ ഒരു സാധനത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ മൈസൂരിൽ നിന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. മർമസെറ്റ് മങ്കി എന്ന് പറഞ്ഞൊരു മങ്കിയാണത്. പക്ഷെ ഞാൻ കണ്ടില്ലത്. നമ്മൾ അവിടെ ഒന്നും കാണാത്ത പല ഇന്ന സാധനങ്ങളും ഉണ്ടിട്ട് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കാഴ്ച മുതലുണ്ട്. ഇഗ്വാനാട്ടാ, ഇഗ്വാന അതാവണ്ട അവിടെ കിടക്കുന്ന. എടുക്കാൻ പറ്റായൊന്നുമില്ല. നമ്മൾ എടുക്കണം. പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കയ്യിലെടുക്കാൻ അമ്മ അറിയാം വേണ്ട. അമ്മ അറിയാം മൈസൂർ പോയിട്ട് കൂടി ഇത്ര കണ്ടിട്ടില്ല. ശരിയാണ്. ആടുണ്ട് കാളുണ്ട്. ആരും അവിടെ കണ്ടിട്ടാ. ഫീഡയല്ലേ ആടിന്? ആര് കൊടുത്തോട്ടാ? കൊടുത്താ പിടിക്ക്, ഇല പിടിക്ക്. ഇതിനകത്ത് എന്താ കൈതല്ലേ ഇവിടെ നിക്കണ്? കൊടുക്കടി. അമ്മക്ക് പിന്നെ ആട് പറയണ ഭയങ്കര ഇഷ്ടാട്ടോ. ഇല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ സുൽത്താനാട്ടത്. സുൽത്താനെ ശരിക്കും കാണാൻ വേണ്ടി പറ്റുള്ള കുതിരാലയാണ്. കുതിരാല. അതിനകത്ത് എന്താ ഗിനിക്കോയി പോലത്തെ സംഭവങ്ങൾ വേറെ ഉണ്ട്. കൈത ആര്യാ ഇതെന്താ? ബ്രഹ്മ ചിക്കൻ ഞാൻ തുമ്പ നോക്കിയിട്ട് വായിച്ചാണ്. ചങ്ങന്മാരെ ഇവിടുത്തെ അടുത്ത ഹൈലൈറ്റ് സാധനമാണ് ഒട്ടകം. ഞാനൊരു ഇലയും കൊണ്ട് ചെന്നാൽ താടിയൊക്കെ കുത്തി. ആര്യാ കൊടുത്തേക്ക്. കൊടുത്തേക്ക്. എന്താ ചിഹ്നം ആദ്യമായിട്ടാ കാണുന്നത്. കൊടുത്ത അരവിന്ദേ പേടിച്ചണ. കൊടുക്ക്. ആദ്യമായിട്ടല്ലേ കാണണേ? അമ്മ കൊടുത്ത ഞാൻ കൊടുക്കണ്ടോ? എന്നാ പോട്ടോ. ഓക്കെ. അതെ, കൊതിപ്പിക്കണ്ട. പല്ലേ കണ്ടോ മോനെ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പെറ്റ്സിന് ഫീഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെ ഒട്ടകപ്പക്ഷി യമു ഉണ്ട്. മുട്ട കിട്ടോ? ഇവർക്ക് പിന്നെ അത്ര വലിയ ഡേഞ്ചർ ആൾക്കാരല്ലാത്തതുകൊണ്ട് ഇവിടെ ഹൈറ്റ് കുറവാണ്. അവിടെ തന്നെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഒരു അപ്പോൾ പണി വരും. പോര്. അല്ല, അപ്പോൾ മൈസൂർ സൂവിൽ ഒട്ടകല്ലേ? അല്ലേ? ഒട്ടകത്തിന് ആദ്യമായിട്ടേ കണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഒരുപാട് ഇനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. കണ്ടോ? ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ തന്നെ ഒരുപാട് പക്ഷികളുണ്ടെങ്കിലും ഇതെന്താ ഇങ്ങനെ ഒരു സ്റ്റൈലിൽ ഇവർക്ക് ഇപ്പോൾ ഈയിലേക്ക് വളർത്തിയാണ്ടല്ലേ? ഇത് മാത്രമേ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ വളരെ അടുത്ത് നിന്നുകൊണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പ് ഇങ്ങനെയാണ്. അതാ കൊള്ളാം. നമുക്ക് വളരെ അടുത്ത് നിന്ന് കാണാം ഇവരുടെ ആ ഒരു ചേഷ്ടകൾ, കാര്യങ്ങൾ, ഇവരുടെ വികൃതികളൊക്കെ നമുക്ക് അടുത്ത് നിന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയാണ് ഞാൻ എന്നോട് പറഞ്ഞ സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണാട്ടാ. ഇതിനകത്താണ് ഉള്ളത്. കാണില്ല. ഇതൊക്കെ ഇതിന് എന്ത് ചൊറുക്ക് കാണാം? ഞാനും തൊട്ടോട്ടെ. ഞാൻ പാമ്പിനെനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എന്നാലും ഞാൻ തൊട്ടോട്ടെ. ജല്ല ശിവനാണോ പറഞ്ഞേ? ഞാൻ പിടിക്കണതാ. ബാലൻസ് ചെയ്ത് പിടിച്ചാൽ ഒന്നും മടി വെക്കല്ലേ? ഒന്നുകൂടിയോ? കൊണ്ടുവന്നോ കുഴപ്പമില്ല. അപ്പൊ ഇത് പെയ്യോ? നോക്കി അങ്ങനെ കിടക്ക. ഇവിടെ ഇന്റെ ഇവിടെ കിടക്കണ്ടെങ്കിൽ സംഭവം ഫസ്റ്റ് എടുക്കും. പിന്നെ ഇതെന്താ സാധനം? ഇത്
അതൊക്കെ വെക്കണോ? അത് വെക്കല. ഓ ഇത് ഇതിന് സ്കിന്നൊക്കെ നല്ല രസമാണ് തൊടാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേങ്കിലേ നമ്മൾ ഈ പാമ്പ് ലെതർ പിടിക്കണ പോലെയാണ്. പക്ഷേ ഇവർ നമ്മൾ ഈ പാമ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കുറച്ച് അറപ്പും അതുപോലെ തന്നെ പേടിയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് വിഷമമാണ്. എന്നാൽ പോലും ഇനി മതിയില്ലേ? എനിക്ക് ഇത്രയൊക്കെ മതിയാതെ. ഇതൊക്കെ ആർക്കും വേണമെങ്കിൽ ആർക്കും പറഞ്ഞോ വാച്ചിലോട്ട് വരും ഇങ്ങനെ തൊട്ടല്ലേ അങ്ങനെ തൊട്ട കുട്ടികൾക്കൊക്കെ തൊടാ. നല്ല സാർ. ഓക്കെ ഓക്കെ താങ്ക് യു ബ്രോ. വേണ്ട എന്നാ വേണ്ട. ഇത് എടുക്കല്ലേ നമ്മള്? ഞാന് ഇതൊന്ന് എടുത്തിട്ട് വേണം പോവാ. ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു. ഉടുമ്പിന്റെ മാതിരി വേറെ ഇനാണല്ലേ? ഇത് പാമ്പിന്റെ കുട്ടികളോ? ഇപ്പൊ നമ്മള് പിടിച്ചതിന്റെ കുട്ടികളൊക്കെ അങ്ങനെയാണോ? അതിന്റെ ചെറുത്. ആ അല്ല ഇവരെല്ലാരും പിടിക്കാൻ വേണ്ടി പറ്റുമോ? പിടിക്കാം. അങ്ങനെ നമ്മൾ അതിന്റെ ഇത് നോക്കണല്ലേ? ഓ ഫുഡ് കഴിച്ച സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാനുള്ള അവസരമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അത് ഏത് രണ്ടെണ്ണം എപ്പോഴും നമുക്ക് പോലെ കൊടുക്കാൻ വേണ്ട. ഏത് രണ്ടെണ്ണം എന്തായാലും നിങ്ങൾക്ക് തൊടാനുള്ള ഒരു അവസരം തരും കേട്ടോ അവര്. അതെന്താ ഉടുമ്പോ? ആ അതിനൊന്നും വേണമെങ്കിൽ പിടിക്കാം. അമ്മ പിടിച്ചോളി വേണമെങ്കിൽ കയ്യിലച്ചോക്കി. ഹായ് എങ്ങനെയുണ്ട്? ചാടോ? ചാടിക്കിട്ടാ നോക്കട്ടെ. കയ്യിൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനൊക്കെ? അതല്ല അതിന് പിടിക്കാൻ പോകുമ്പോ ഫേസ് ഒക്കെ മറന്നു ഫുൾ ബോളായി നിൽക്കും. ആണ് ശരിയാണ്. ഇത് പെട്ടെന്ന് ഇളകും. കുട്ടോ? ചെറിയൊരു പോരൂല. അതായിട്ടാണ് സാധനം. നല്ല രസമാണ് കാണാൻ. ഇതിന് ചെറിയൊരു കുത്ത് നക്കണൊക്കെ ഉണ്ട് കേട്ടോ അവന്. കൊള്ളാം. ഇങ്ങനെ കാട്ടി വരില്ലേ? ഇങ്ങനെ നോക്കും വേണം. എന്നാൽ കൈ ഒന്ന് മുറുക്കി പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ. അയ്യോ വിരലുമലൊക്കെ ഒന്ന് കടിക്കണ്ടാ. മൂർത്തി കൊടുക്കുള്ളൂ. ഞാനവര് പോകില്ലായിരുന്നേ കണ്ടോ? അത് കിട്ടിക്കഴിഞ്ഞ അവനോട് പോവേ. അത് വിരലൊക്കെ ഇന്ന് എന്റെ ചെറുവിരല് ഫുള്ള് തിന്നു നോക്കിയാ. കൊള്ളാട്ടാ. എന്ത് വിചാരിച്ചിരുന്നു. അമ്മ മുടക്കൂലല്ലേ? അമ്മ പറയണെന്ന് വെച്ചാല് പോരുന്നില്ലാന്ന് അമ്മ ഫസ്റ്റ് കേത്. പിന്നെ അമ്മ പോകുന്നതാണ്. അപ്പൊ അമ്മ പറയാം അമ്മ പോകുന്നില്ല വൻ നഷ്ടമായിരിക്കും. നീ പോര്. ഇതൊരു വള്ളിയുടെ വേരാണ്. അതായത് ഉണ്ടാ ഇത് ഒറിജിനലാണ്. ഞാനത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവം. ആർട്ടിഫിഷ്യലായിട്ടേ ഉള്ള എന്തോ ആണെന്ന് കരുതി. പക്ഷെ ഇത് വേരാവാ. മൺചട്ടിയോ മൺപാത്രമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാട്ടോ. അതായത് ഇതും വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു പാത്രമൊക്കെ ഉണ്ടാക്കി നോക്കാം. പാത്രമായിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു അതുപോലെ ഒന്ന് പിടിച്ച് കൊള്ളാട്ടോ പരിപാടി. അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മൾ കണ്ടതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ. ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് എന്തായാലും വരണമെന്നേ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഈ കണ്ട സംഭവം പോലും നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ അധികം ഇല്ലാത്തൊരു സംഭവമായിട്ട് മാറിയും അല്ലേ? നമുക്ക് അങ്ങനെ പോയിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല ഒരു കുടക്കീയിൽ ഇത്രയും സംഭവങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര സംഭവമല്ല. അതായത് ഞാൻ തുടക്കത്തിലൊക്കെ കാണിച്ചതുപോലെ വീൽ ചെയർ ഉപയോഗിച്ചിട്ട് പോവേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് അതായത് ടിക്കറ്റ് കൗണ്ടർ തൊട്ട് ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഞാൻ പോയ അത്രയും ഏരിയ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു RC കാറിൻ്റെ ട്രാക്കാണ്. നമുക്ക് ഓടിക്കാട്ടോ വേണമെങ്കിൽ. കൊള്ളാട്ടോ വരുന്നത്. ഒന്നും കൂടി പവറായിട്ട് കയറണം. അടിപൊളി.
നമുക്ക് വേണമെങ്കിൽ ചെയ്യാട്ടോ. പക്ഷേങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല. അവർ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തരുന്നുണ്ട് റിമോട്ടൊക്കെ. പക്ഷേങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. വെറുതെ എന്തിനാലേ ഞാനെങ്കിൽ ആര്യ അപ്പത്തിന് ആവുമ്പോൾ കയറിയാ. ഓക്കെ ഓക്കെ. അവള് വന്നപ്പോൾ തുടങ്ങിയിരിക്കണ അവള് ചെയ്യാൻ. പിന്നെ ഇവിടെ അടുത്തായിട്ടുള്ളതാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു പെഡൽ ബോട്ടിങ് സ്പോട്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ അമ്മയും ചിന്നും ആയതുകൊണ്ട് അവർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് ചവിട്ടാൻ വയ്ക്കുന്ന അറിയില്ല. അങ്ങനെയാണെങ്കിൽ ചവിട്ടാൻ വയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതും കൂടി നോക്കാം അല്ലേ. ഞാൻ ഈ കാട്ടി തീരുമാനമായിട്ടില്ല. തീരുമാനമാക്കട്ടെ, ആലോചിച്ച് നോക്കട്ടെ. ചവിട്ടുമോ? ചവിട്ടുന്നാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. വേണ്ടല്ലോ, വേണ്ട. ഓപ്പൺ ജിമ്മിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. എന്നിട്ട് എന്താ പരിപാടി അറിയാനാണ് വെച്ചേ. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഇരിക്കാം. ആക്കണ ആയേ ഞാൻ ചവിട്ടി നോക്കി. രണ്ട് കൈ കൊണ്ട് ചവിട്ടി നോക്കി. എന്താ സംഭവിക്കണം അറിയാലോ നമുക്ക്. കൊള്ളാം. നല്ല മല്ലാണല്ലേ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇനിയിപ്പോ എന്താ പറയാ, കുറച്ച് നേരം ഇവിടെ ഒരു ഈവനിങ് ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര സ്വസ്ഥത. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു കിളിക്കൂട്ടിൽ നിന്ന് ശബ്ദം ഇങ്ങോട്ട് നന്നായിട്ട് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ വെയിറ്റിൻ്റെ അല്ലേ ഞാൻ പൊക്കണ്, അതിന് തന്നെ കച്ചു. ഇത് എവിടേക്കുള്ള കളിയാണ് ആവട്ടെ. ഇത് നിർത്താൻ കൊടുക്കാവോ? നിർത്താൻ കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിൽ 2 റൗണ്ട് ഓടണ്ട. അതിന് പകരം അടിപൊളിയാണ്. പിന്നെ മാത്രമല്ല, ഇവിടെ ഒരു കുളമുണ്ട്. മോനെ ഇതിനാക്കുന്ന കരിമീനൊക്കെ. അതായത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കയറുക, ഇതിങ്ങനെയൊക്കെ. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം. ശരിക്കും ഇങ്ങനെ തന്നെ വന്നു. ഒരിക്കൽ ഇതും കൂടി പരീക്ഷിച്ച് എന്താണ് കാണിച്ചു കൊടുക്കണം. കാലിങ്ങനെ വെക്കുക, എന്നിട്ടിങ്ങനെ കിടക്കുക. സിക്സ് പാക്ക് മുതൽ ഔട്ട് പാക്ക് വരെ കൂടുന്നതാണ്. പിന്നെ ഇവിടെ ഫിഷ് ടാങ്ക് കൂടി ഉണ്ട്. പക്ഷേങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല. അവിടെ ആളുകൾ ഉണ്ടായത് കൊണ്ട് ഞാനങ്ങനെ പോകുന്നതാണ്. പിന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, വാഷിംഗ് സൗകര്യമുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലേ? ആര്യന് ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് 2 ഇരുത്തി ആട്ടണ്ട, എന്നിട്ടേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഭഗവനെ ഏട്ടാ, ഇവർക്ക് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പിന്നെ എന്തിനൊരു ഇൻട്രസ്റ്റ്. രാജകീയ യാത്ര പോയിട്ട് വരാം. വാവ്, കൊള്ളാം. പിന്നെ ഇവിടെ ചായ, കടി, ജ്യൂസ്, സ്നാക്സ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഏട്ടാ അതിന് മാറിക്കോള്. എൻ്റെ പേരെന്താ? മാണിക്യം. മാണിക്യം കേട്ടാ, മാണിക്യം. മാണിക്യത്തിൻ്റെ പേര് മാത്രം നമ്മുടെ മാണിക്യം സ്പീഡ് കൂടെ. കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയാ. നല്ല ഡ്രൈവറാട്ടാ. സൂപ്പറാടാ. നിർത്തിയല്ലേ, കറക്റ്റ് തന്നെയാണ്. അതുപൊളി. അയ്യോ, അതുപൊളി. ഇത് 2 പേർക്കാന്ന് തോന്നുന്നു പോകാൻ വേണ്ടി പറ്റും അല്ലേ. 2 പേർക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. മണിക്കാം ഷറടാ, താങ്ക്ടാ. മണിക്കപ്പോൾ ഇന്നൊന്നും കൊണ്ട് ഇപ്പോൾ ആര്യക്കും അമ്മയ്ക്കും പോകണം. അപ്പോൾ പിന്നെ 2 പോയിട്ട് വരട്ടെ. ഇതാ പോണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊരു ലോകം ഉണ്ടെന്ന് അറിയില്ല അല്ലേ. ആ പക്ഷി സങ്കേതം നമുക്ക് അറിയണില്ലല്ലോ. ഇവിടെ ഒന്നും അറിയില്ല. അതാണ് ഇതിൻ്റെ. അവിടേക്ക് പോകാനും വേണം. അതിനകത്തേക്ക് കയറി അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു. പക്ഷേങ്കിൽ ഞാൻ ജസ്റ്റ് അതിൽ പോയി കറങ്ങിയിട്ടുള്ളൂ. ആര്യനെ അവിടെ കളിപ്പിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ടൈം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 4 മണിക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് സമയം ഉണ്ടാവും. നമ്മൾ വരുന്നതിന് മുന്നേ വന്നാണ് ആ സ്കൂൾ കുട്ടികൾ. അവരിപ്പോഴും പോകുന്നില്ല. പനിയാണത്. അതായത് ഈത്തപ്പഴത്തിൻ്റെ പോലെ തന്നെയാണ് സംഭവം. ഈത്തപ്പഴം അത് കഴിക്കാൻ വേണ്ടി പറ്റും. ആടാ, ടേസ്റ്റ് ഉണ്ട്. ഒറിജിനലല്ലേ? ഈത്തപ്പഴം തന്നെയാണ്. കൊള്ളാട്ടാ.
ഇവിടെ തന്നെ ഇവരുടെ ഒരു ഇവന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏരിയ കൂടി പോയിട്ട് അതും കൂടി കണ്ടു പോകാമെന്ന് കരുതി. നമുക്ക് അയക്കലൊക്കെ വേണമെങ്കിൽ ഉപകാരപ്പെട്ടേ നേരിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകണം കേട്ടോ. ബ്രോ ഉണ്ട് നമ്മുടെ കൂടെ, അതിൻ്റെ ഒപ്പം അവിടെ പോയി നോക്കാം. ഇത് ഏതാണ്ട് ഒരു 46 ഏക്കറിലുള്ള സംഭവമാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചത് ഇതൊരു ഇവൻറ്റിൻ്റെ ഏരിയ ആണ്. നമുക്ക് ചെറിയ പ്രോഗ്രാമുകളൊക്കെ വന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഏരിയ ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഒരു ചെറിയ ചുരം കയറിയിട്ട് പോയിരുന്ന പോലെ ഒരു ഫീലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യൂ ആണത് താഴത്തേക്കുള്ള. വാ കൊള്ളാല്ലേ, അടിപൊളി. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാമൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇത് ഞാൻ അവരെ താഴത്ത് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ എഴുതിയത്. നമ്മളിവിടെ വരെ വന്നല്ലേ. അതായത് വേണമെങ്കിൽ ഫോട്ടോഷൂട്ടിനൊക്കെ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഈ ഒരു ഏരിയ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊക്കെ പറ്റുന്ന സ്പോട്ടാണ്. ഇപ്പോൾ അവിടെ ഒരു ടീം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഒരു വർക്ക് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു റാമ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഗാർഡൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മൾക്ക് ആ ഒരു ആംബിയൻസ് തരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വന്ന് കണ്ടപ്പോൾ ഇതും തന്നെ നമുക്ക് വലിയ നഷ്ടമായിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി മാരേജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ എൻഗേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്താം. എന്താ ഗാർഡൻ എന്തായാലും ഇവർ നല്ല രീതിയിൽ പരിപാലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങുവാണ്. സമയം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5:20 ആവാറായി. നമ്മളുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങുവാണ്. ഏതുണ്ട് അമ്മക്ക് ഇഷ്ടമായോ? അടിപൊളി. കാരണം അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ട് അല്ലേ? നഷ്ടമല്ല, നഷ്ടം പറ്റി നമുക്ക് തോന്നില്ല. നമ്മുടെ ചില പാർക്കൊക്കെ പോയിട്ട് ഇത്ര ഉള്ളൂ എന്നുള്ളത് തോന്നല് ഇവിടെ അങ്ങനത്തെ ഒരു തോന്നൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും പട്ടണവരൊക്കെ വന്ന് നോക്കാം. ഇറാ പാർക്ക് അതെ. അത് ഞാനിവിടെ നിന്ന് ആഴ്ചയൊക്കെ ഇറങ്ങട്ടെ, വീട്ടിലേക്ക് പോകാം. പോകുന്നവരെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പിന്നെ അവിടേക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത് 80 രൂപയാണ്. അപ്പോൾ ഈ ഇറാ പാർക്ക് എന്ന് പറയുന്നത് MES കോളേജിന് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിലും ഈ ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിലും വരാം. ഞാൻ ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയിരുന്നത്. ഓക്കെ, അവന് പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ കുറിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ പിന്നെ വരാം. ഓക്കെ, ബൈ.